മുള്ളുകളോ മുറിവിൽ തറച്ചിരിക്കുന്ന ചെറിയ കരടുകളോ എളുപ്പത്തിൽ പുറത്തെടുക്കാൻ സഹായിക്കുന്ന ഒരു സസ്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് അറിയാൻ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്കായി അത് ഷെയർ ചെയ്യുക. പുതിയ വീഡിയോസ് കാണുവാനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഡോക്ടർ അഞ്ജലി. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് എലിച്ചെവിയൻ എന്നും മുയൽച്ചെവിയൻ എന്നും അറിയപ്പെടുന്ന ഒരു സസ്യത്തെക്കുറിച്ചാണ്. എമിലിയ സോഞ്ചിഫോളിയ എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം. ഇലകളുടെ ആകൃതി മുയലിൻ്റെ ചെവിയുടെ പോലെ ഇരിക്കുന്ന ഒരു സസ്യമാണത്. ശശശ്രുതി എന്നാണ് സംസ്കൃതത്തിൽ അത് അറിയപ്പെടുന്നത്. നമ്മുടെ മുറ്റത്തും തൊടിയിലുമൊക്കെയായി ഒരു പാഴ്ചെടി പോലെ ഒരു 30-60 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വളരുന്ന ഒരു ചെറു സസ്യമാണ് മുയൽച്ചെവിയൻ എന്ന് പറയുന്നത്. ദശപുഷ്പങ്ങൾ എന്ന പേരിൽ പറയുന്ന 10 കൂട്ടം മരുന്നുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മുയൽച്ചെവിയൻ. അതിൻ്റെ ഔഷധയോഗ്യ ഭാഗം എന്ന് പറയുന്നത് സമൂലമാണ്. അതായത് വേരും ഇലയും പുഷ്പവും അടക്കം ഒരു ചെടി പൂർണ്ണമായിട്ടും തന്നെ ഉപയോഗപ്പെടുത്തുന്ന രീതിയാണ് സമൂലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുയൽച്ചെവി സമൂലം ഇടിച്ചു പിഴിഞ്ഞെടുക്കുന്ന സ്വരസത്തിലെ 15 മുതൽ 30 ml വരെ സ്വരസം തുടർച്ചയായി 3 മുതൽ 7 ദിവസം വരെ ഉപയോഗിക്കുമ്പോൾ ഉദരകൃമി അല്ലെങ്കിൽ വേംസിൻ്റെ ഉപദ്രവങ്ങൾ മാറിക്കിട്ടും. മുയൽച്ചെവി വളരെ വൃത്തിയായി കഴുകി ഇടിച്ചു പിഴിഞ്ഞെടുക്കുന്ന നീര് നല്ലതുപോലെ തരിയില്ലാതെ അരിച്ചെടുത്ത് കണ്ണിലൊഴിക്കുന്നത് നേത്രരോഗങ്ങളിൽ വളരെ ഫലപ്രദമാണ്. കണ്ണിന് നല്ല കുളിർമ നൽകുന്ന ഒന്നാണ് ഈ മുയൽച്ചെവിയുടെ സ്വരസം എന്ന് പറയുന്നത്. മുയൽച്ചെവി അരച്ചെടുത്ത് സമൂലം അരച്ചെടുത്ത് 3 മുതൽ 6 ഗ്രാം വരെ മോരിൽ കലക്കി കഴിക്കുന്നത് രക്താർശസിൽ വളരെയേറെ ഗുണം ചെയ്യുന്നുണ്ട്. തൊണ്ടയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അസുഖങ്ങളിൽ പ്രധാനമായിട്ടും ടോൺസിലൈറ്റിസിൽ മുയൽച്ചെവിയൻ വളരെയേറെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. മുയൽച്ചെവിയനും ഉപ്പും കുരുമുളകും കൂടെ ചേർത്തരച്ച് പുറമേ പുരട്ടുകയും അതുപോലെ അത് അകത്തേക്ക് കഴിക്കുകയും ചെയ്യുമ്പോൾ ടോൺസിലൈറ്റിസ് നിശേഷം മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ടോൺസിലെക്ടമിയൊക്കെ വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു സമയമാണ്. ഇത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീടുകളിൽ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. കൃത്യമായിട്ട് ഫലം നൽകുന്ന ഒരു പ്രയോഗം കൂടിയാണ് ഈ മുയൽച്ചെവിയൻ്റേത്. ഈ മാംസളമായ ഭാഗങ്ങളിലൊക്കെ വാതപ്പൊരു അല്ലെങ്കിൽ വാതപ്പുളം എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന കുരുക്കൾ ഉണ്ടാകുമ്പോൾ വെണ്ണ പോലെ മുയൽച്ചെവി അരച്ച് അവിടെ പുരട്ടുന്നത് അത് പൊട്ടാതെ അമങ്ങിപ്പോവും. വേദന കുറയാനായിട്ട് വളരെയേറെ വേദന ഉണ്ടാകുന്നൊരു കണ്ടീഷനാണത്. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ ഇത് നല്ലതുപോലെ അരച്ചവിടെ പുരട്ടുമ്പോൾ ആ കുരു പൊട്ടാതെ അമങ്ങിപ്പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. മുയൽച്ചെവിയനും പച്ചമഞ്ഞളും ഇരട്ടിമധുരവും കൂടെ ചേർത്ത് കാച്ചിയെടുക്കുന്ന എണ്ണ വ്രണങ്ങൾ ഉണങ്ങാനായിട്ട് വളരെ നല്ലതാണ്. എന്തെങ്കിലും മുള്ളുകൾ ചെറിയ മുള്ളുകൾ ശരീരത്തിൽ തറച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കരടുകൾ നമ്മുടെ മുറിവിൽ കുടുങ്ങി കഴിഞ്ഞാൽ മുയൽച്ചെവിയൻ ഇടിച്ചു പിഴിഞ്ഞെടുക്കുന്ന സ്വരസം ആ മുറിവിലേക്ക് അല്ലെങ്കിൽ മുള്ളു തറച്ച ഭാഗത്ത് നല്ല കനത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ആ മുള്ളു പുറത്തേക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ആ മുള്ളുകൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്കായി അത് ഷെയർ ചെയ്യുക. പുതിയ വീഡിയോസ് കാണുവാനായിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.